കേട്ടില്ല. അവിടെ ആയിക്കോട്ടെ. സുനിൽക്ക് അതെ യൂട്യൂബിൽ ലൈവ് പോകുന്നുണ്ട്. അതൊന്ന് നോക്കി ക്ലിയർ ഉണ്ടോന്ന്. ക്ലിയർ ഉണ്ടെങ്കിൽ നല്ലൊരു ക്ലാരിറ്റിയിലാണ് കൊടുത്തേക്കുന്നത്. സുനിൽക്ക് നോക്കിയായിരുന്നോ? കൂട്ടലും കിഴിക്കലുകളുമെല്ലാമായി തന്നെ കണക്ക് കൂട്ടലോടുകൂടി കളിമൈതാനിയിലേക്ക് കടന്നെത്തുന്ന 14 പടയാളി കൂട്ടങ്ങൾ. അസീസി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ കളിക്കൂട്ടുകാരായി ഒരു പുറത്ത്, മൂന്നാമത് കനക കിരീടവും ഈ പടക്കളത്തിൽ നിന്ന് സ്വന്തം ഷോക്കേസിലേക്ക് എത്തിക്കുക എന്ന ഒറ്റ ഉദ്ദേശത്തോടെ കടന്നെത്തിയവർ യുവതാര പൗണ്ട് വരന്തരപ്പിള്ളി. എന്നാൽ മറുപുറത്ത് ഞൊടിയുടെ നേരം കൊണ്ട് മാനം മുട്ട് ഉയർന്നു പോകുന്ന നീലാകാശത്തെ തൊടുന്ന കരിനീല കുലത്തിന്റെ കരിയഴക് പോലെ പൊന്നൂസ് ജെൻസ് ബ്യൂട്ടി പാർലറിന്റെ കയ്യിൽ പിടിച്ച് കളിക്കളത്തിലേക്ക് നടന്നു കയറിയവർ മഹാദേവ, തിരുവാലൂർ, എറണാകുളം ടീമുകൾ തമ്മിലുള്ള ഇത് 3ാമത് എഡിഷന്റെ ഫൈനൽ പോരാട്ടം. 1-ലും 2-ലും കനക കിരീടങ്ങളെ വെട്ടിപ്പിടിച്ചെടുത്തവർ യുവതാര പൗണ്ട് വരന്തരപ്പിള്ളി. അന്നെല്ലാം തൂക്കം 450 കിലോഗ്രാം. ഇത് 455ന്റെ കാലം വഴിമാറുന്ന ഒരു കാഴ്ചയിലേക്ക് ആവേശങ്ങളുടെ തീരം തൊടാൻ ഉറച്ച് പൂരം വിരിയുന്ന മണ്ണിൽ നിന്ന് ഇന്നിന്റെ പടക്കളത്തിലേക്ക് പോരിനിറങ്ങി വിജയം വരിച്ച ഗജരാജ ബാഹുബലി സാക്ഷാൽ ചിറക്കൽ കാളിദാസന്റെ തലയെടുപ്പോടെ ഈ പടക്കളത്തിലേക്ക് നടന്നു കയറുന്ന നടയമരങ്ങൾ ഊട്ടിയുറപ്പിക്കുന്ന പടയാളി കൂട്ടങ്ങൾ. കൂട്ടാളി എന്ന് കരുതി വിട്ടവർക്ക് മുന്നിൽ തിടമ്പാലയായി തിരിച്ചു വന്ന കോട്ടയത്തിന്റെ ഗജഭീമൻ പുതുപ്പള്ളി കേശവനെ പോലെ ഈ പടക്കളം അടക്കി വാഴാനുറച്ച് പാലക്കാടിന്റെ വേലപ്പാടങ്ങളെ അതിർത്തി പങ്കിടുന്ന നാട്ടിൽ നിന്ന് നടയമരങ്ങൾ ഊന്നിയുറപ്പിച്ച് കടന്നെത്തുന്ന കളിക്കൂട്ടുകാരുടെ തേരോട്ടങ്ങളിലേക്ക് കളിമൈതാനി കടന്നു പോകുന്നു. കണ്ടും കൊണ്ടും കൊടുത്തും ഒരു പോരാട്ടത്തിന് കളമൊരുക്കി കടത്തിവിട്ടവർ ഇന്നിന്റെ കളിക്കളത്തെ അടക്കി വാഴാനുറച്ച് ഒരിക്കൽ കൂടി മാമ്പ്രയുടെ എടുക്കുന്ന പോരാട്ടത്തിലേക്ക് നടന്നു കയറുന്നവരുടെ പടയോട്ടം. കൈയടിച്ച പ്രിയമുള്ളവര്, പടയോട്ടത്തിലേക്ക് മാറ്റിന്റെ വിജയതീരം ആരാരിലേക്ക് കൈവിട്ട് കൊടുക്കുമെന്ന പ്രവചനാസാധ്യമായ ഒരു പടയോട്ടം. തുല്യതയിൽ ആട്ടി ഉലയുന്ന റബിളുകൾ നിമിഷങ്ങൾ മിനിറ്റുകളിലേക്ക് വഴിമാറിക്കൊണ്ടിരിക്കുന്നു. മഹാദേവയുടെ വല്ലന്മാരോ പൗണ്ടിന്റെ ഭക്തര മാറ്റിന്റെ കൈയടിക്കുന്ന സ്വീകരിക്കേണ്ട പടയോട്ടം. മഹാദേവയുടെ പടയോട്ടങ്ങൾ കളിക്കളത്തെ വലഞ്ഞു മാറ്റി മുന്നോട്ട് പോകുന്ന വേണ്ട കയ്യടിക്കുന്നത് സ്വീകരിക്കേണ്ട പടയോട്ടം. ജയിക്കുക എന്ന ലക്ഷ്യത്താൽ ഇതിന്റെ കളിക്കളത്തിലേക്ക് അംഗചേകവന്മാരെ പോലെ അംഗത്തിനിറങ്ങി ആവേശങ്ങളുടെ അവസാന ഇഞ്ചും തങ്ങൾക്ക് അനുകൂലമാക്കിയെടുത്ത് പടപൊരുത്തി അംഗബലം കൊണ്ട് അംഗം ജയിക്കാൻ അംഗത്തട്ടിലേക്ക് എത്തിച്ചേരുന്ന എതിരാളികൾക്ക് മുന്നിൽ അടിപതരാതെ അടവുകളും ചുവടുകളുമായി തന്നെ ഇതിന്റെ കളിക്കളത്തിലേക്ക് കവചകുണ്ടലങ്ങൾ അണിഞ്ഞ കർണനെ പോലെ അടവും തടവും പഠിച്ച അംഗചേകവന്മാരെ അടിയറവ് പറയിപ്പിക്കാൻ കമ്പക്കളരിയിലെ 18 അടവും ഭയത്തിൽ കളഞ്ഞ നിരവധി കൂട്ടങ്ങൾ കൈയടിച്ച് സ്വീകരിക്കാണ് പടയോട്ടത്തിലേക്ക് കൈയടിച്ചതിനെ സ്വീകരിക്കുക. ആവേശത്തിന്റെ തീരങ്ങളിലേക്ക് മാത്രയുടെ പടക്കളം കാണാൻ കാത്തുവച്ചതിന്റെ നടുത്താട്ടിലേക്ക് മനോവേറെ ഹുസൈൻ ബാബു
ഗ്രാൻഡ് ഫൈനല് രണ്ടാം സെറ്റ്, ആദ്യ സെറ്റ് കൈക്കലാക്കിക്കൊണ്ട് മഹാദേവ തിരുവാലൂര്. കൈയടിച്ച് സ്വീകരിക്കാവുന്ന പോരാട്ടത്തിലേക്ക് കരിമ്പാറയും കരിമണ്ടും കാട്ടുവെമ്പാലയും വരെ കരിങ്കണ്ണ് തുറന്ന് കടിച്ചു വീഴ്ത്താൻ കാത്തിരിക്കുന്ന കരിമ്പുലി കൂട്ടങ്ങളും കാടടയ്ക്ക് വാഴുന്ന കാരണ ഭൂമിയിൽ നിന്ന് എതിരാളികളെ കടിച്ചു കീറാൻ കടന്നു വരുന്നവർ ചെറിയ ലീഡ് കരസ്ഥമാക്കിക്കൊണ്ട് യുവതാര പൗണ്ട്. കാട്ടാനകൾ വരെ കിഴിവെച്ച് പിടിക്കുന്ന വേട്ടക്കാരെ പോലെ എതിർകോട്ടയിലേക്ക് കടന്നാക്രമിക്കുന്ന കളിക്കൂട്ടുകാരായി നിന്റെ പടക്കളം തേടി കടന്നു വന്ന 14 പടക്കുറുപ്പന്മാർ കൈയടിച്ചേ പ്രിയമുള്ളവരെ. കളി മാറുന്നു, കളം നിറയുന്നു. ഇതൊരു ബെസ്റ്റ് ഓഫ് 3യുടെ പോരാട്ടത്തിലേക്ക് പടക്കളത്തെ കൂട്ടിക്കൊണ്ട് പോകാൻ ഉറച്ച് യുവതാരയുടെ പടയാളി കൂട്ടങ്ങൾ. പൗണ്ടിന്റെ പടക്കുതിരകൾ ഒരു പുറത്തെങ്കിൽ തിരിച്ചു പോക്കിന് കളമൊരുക്കാൻ വിഷ്ണുവിന്റെ കാലാൽ പട ലാലും കൂട്ടാളികളും അച്ഛനും ഔഷാദും അടങ്ങുന്ന പടക്കുറുപ്പന്മാർ 7ാം നമ്പറിലേക്ക് സച്ചിനെ ചേർത്ത് പിടിച്ചവർ കൈയടിച്ച് നമ്മൾ സ്വീകരിച്ച് മല്ലന്മാർ തന്നെ പടക്കളത്തിലേക്ക് പൗണ്ടിന്റെ പത്തരമാറ്റുള്ള പൊന്നും വിലയുള്ള താരോദയങ്ങൾ മുന്നോട്ട് കൈയടിച്ച് തന്നെ സ്വീകരിക്കേണ്ട പടയോട്ടം ആറിലേക്ക് രണ്ടാം സെറ്റിന്റെ മധുര പ്രതികാരം തീർക്കുവാൻ പൗണ്ടിന്റെ പോരാളികൾ രണ്ടാം സെറ്റ് പോരാട്ടം വിജയിച്ച് ബെസ്റ്റ് ഓഫ് 3 പോരാട്ടത്തിലേക്ക് നടന്നു കയറുന്നു. റീടോസ് മത്സരം ഇരു ടീമിന്റെയും ക്യാപ്റ്റന്മാർ സെൻട്രൽ പോയിന്റിലേക്ക് എത്തിച്ചേരും. ശ്രീരാജേട്ടാ, ഇനി പ്രവചിക്കാനുള്ള സിംഹത്തിന് ശേഷിയില്ല, അതിനുള്ളതില്ല. ഇതിലെന്ത് പ്രവചന ശേഷി? കൈയടിച്ചെന്ന് സ്വീകരിക്കാം. ഇത് കലാശക്കൊട്ടന്റെ അവസാന പോരാട്ടം. ഇടുക്കിയുടെ മണ്ണിൽ ചിന്നക്കനാലിന്റെ ഊശ്വര ഭൂമിയിൽ 301 കോളനിയെ മുൾമുനയിൽ നിർത്തി ആനയിറങ്കൽ ഡാമിലൂടെ ആറാട്ടിയുടെ കണ്ണ് വെട്ടിച്ച് ശങ്കരപാണ്ഡ്യപുരത്തെ ചോരവനത്തിലേക്ക് ഓടിക്കയറി ചോരക്കര കണ്ട് കുന്നിറങ്ങിയ കാട്ടുകൊമ്പൻ അരിക്കൊമ്പന്റെ ശൗര്യത്തോടെ ഈ പടക്കളത്തിലേക്ക് അരിശം തീർത്ത് കടന്നെത്തിയ 14 പടപോരാളികളുടെ തേരോട്ടങ്ങളിലേക്ക് കളിക്കളം കടന്നു പോകുന്ന ഒരു കാഴ്ച കൈയടിച്ചേറിയ